ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന സ്ഥലം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം, തൃശൂർ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന സ്ഥലം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം, തൃശൂർ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം ക്ഷേത്രപ്രവേശനം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ മുഖ്യ നേതാവ് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ മുഖ്യ നേതാവ് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ. പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന നേതാവ് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രചാരണത്തിനായി പയ്യന്നൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് കാൽനട ജാഥ നയിച്ചത് സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രചാരണത്തിനായി പയ്യന്നൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് കാൽനട ജാഥ നയിച്ചത് സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. പാടുന്ന പടവാൾ എന്ന് EMS വിശേഷിപ്പിച്ചതാരെയാണ്? സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. പാടുന്ന പടവാൾ എന്ന് EMS വിശേഷിപ്പിച്ചതാരെയാണ്? സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പ്രധാന പങ്കുവഹിച്ച മറ്റൊരു നേതാവ് AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പ്രധാന പങ്കുവഹിച്ച മറ്റൊരു നേതാവ് AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG. ഗുരുവായൂർ സത്യാഗ്രഹം ഏത് സാമൂഹ്യ പ്രശ്നത്തിനെതിരെയായിരുന്നു? താഴ്ന്ന ജാതിക്കാരുടെ ക്ഷേത്രപ്രവേശനം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പ്രചോദനമായ സമരം വൈക്കം സത്യാഗ്രഹം. വടകരയിൽ വെച്ച് നടന്ന 5ാം കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയത്. അധ്യക്ഷൻ JM സെൻഗുപ്ത. വടകരയിൽ വെച്ച് നടന്ന 5ാം കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയത്. അധ്യക്ഷൻ JM സെൻഗുപ്ത. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച തീയതി 1931 നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഇന്ത്യയിൽ നടന്നിരുന്ന ദേശീയ പ്രസ്ഥാനം സിവിൽ നിസ്സഹകരണ പ്രസ്ഥാനം. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഇന്ത്യയിൽ നടന്നിരുന്ന ദേശീയ പ്രസ്ഥാനം സിവിൽ നിസ്സഹകരണ പ്രസ്ഥാനം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണനാണ് P കൃഷ്ണപിള്ള. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണനാണ് P കൃഷ്ണപിള്ള. തുടർന്നുണ്ടായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ചു അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്: ഉഷിരുള്ള നായർ മണിയടിക്കും, ഇലനക്കി നായർ തലക്കടിക്കും. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയുടെ നിലപാട്: സമരത്തെ പിന്തുണച്ചു. കെ കേളപ്പൻ ഉപവാസം ആരംഭിച്ചത് 1932 സെപ്റ്റംബർ 21. കെ കേളപ്പൻ ഉപവാസം ആരംഭിച്ചത് 1932 സെപ്റ്റംബർ 21. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം കെ കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചത് 1932 ഒക്ടോബർ 2. അതോടെ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിച്ചു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം കെ കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചത് 1932 ഒക്ടോബർ 2. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഉടൻ ലഭിച്ച ഫലം ശക്തമായ സാമൂഹ്യ ബോധം. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ജനഹിത പരിശോധനയിൽ 80% സവർണർ അവർണരുടെ ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചു. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിക്കാർക്കും പ്രവേശനം അനുവദിച്ച മദ്രാസ് സർക്കാർ ഉത്തരവ് നിലവിൽ വന്നത് 1947 ജൂൺ 12. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിക്കാർക്കും പ്രവേശനം അനുവദിച്ച മദ്രാസ് സർക്കാർ ഉത്തരവ് നിലവിൽ വന്നത് 1947 ജൂൺ 12. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ഏത് ഭരണപ്രദേശത്ത്? മലബാർ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സ്വഭാവം: സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം. ഗുരുവായൂർ സത്യാഗ്രഹം ഏതു നൂറ്റാണ്ടിലാണ്? 20ാം നൂറ്റാണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പിന്തുണ നൽകിയ ദേശീയ നേതാവ് മഹാത്മാഗാന്ധി. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് അഖില കേരള ക്ഷേത്രപ്രവേശന ദിനമായി ആചരിച്ചതെന്നാണ്? നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് അഖില കേരള ക്ഷേത്രപ്രവേശന ദിനമായി ആചരിച്ചതെന്നാണ്? നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ മുഖ്യ ആശയം സാമൂഹ്യ സമത്വം. താങ്ക് യു.